അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ സിപിഎമ്മിന് ദേശീയ അംഗീകാരമുള്ള പാർട്ടി എന്ന പദവി നഷ്ടമാകുമെന്ന് എം.കെ. രാഘവൻ എം.പി. പറഞ്ഞു. കൊയിലാണ്ടി, ബാലുശ്ശേരി, പേരാമ്പ്ര മണ്ഡലങ്ങളിലെ കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളുടെ നേതൃ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റുകളുടെ ചരിത്രം നിങ്ങളൊന്നും ഞാൻ പറയുന്ന പാർട്ടി തീരുമാനം നടപ്പിലാക്കിയിരിക്കുന്നതാണ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി. പക്ഷെ ആ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എടുത്ത തീരുമാനം നടപ്പാക്കാൻ കഴിഞ്ഞില്ല. 11 മാസം മുമ്പ് 2 സുപ്രധാനമായ ബോഡികൾ, സിപിഎമ്മിന്റെ ബോഡികൾ തീരുമാനമെടുത്തപ്പോഴും അച്യുതാനന്ദനെ മാറ്റാൻ കഴിഞ്ഞില്ല. മാറ്റാൻ കഴിഞ്ഞത് മാത്രമല്ല, ബിബിയുടെ കമ്മീഷൻ കേരളത്തിൽ വരാതിരിക്കാൻ വേണ്ടി, ബിബി കമ്മീഷൻ കേരളത്തിൽ വന്നാൽ അച്യുതാനന്ദന് അനുകൂലമായി പറയേണ്ടി വരും, തീരുമാനിക്കേണ്ടി വരും. ആ തീരുമാനമെടുക്കാതിരിക്കാൻ വേണ്ടി, ബിബി കമ്മീഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഈ സോളാർ സമരം ഏറ്റെടുത്ത വസ്തു നിങ്ങളാരും വിസ്മരിക്കുന്നത്. AICC സെക്രട്ടറി ദീപക് ബാബറിയ വിവിധ കമ്മിറ്റികളുടെ പ്രവർത്തന രീതി മനസ്സിലാക്കി. വാർഡ് തലം മുതൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ പ്രവർത്തകർ മുന്നിട്ടിറങ്ങണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. DCC വൈസ് പ്രസിഡന്റ് കെ ബാലനാരായണൻ അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് യു രാജീവൻ സ്വാഗതം പറഞ്ഞു. KPCC നിർവാഹക സമിതി അംഗം KK രാമചന്ദ്രൻ, DCC ജനറൽ സെക്രട്ടറിമാരെ CV ബാലകൃഷ്ണൻ, KP ബാബു, KPCC ജനറൽ സെക്രട്ടറി KP അനിൽകുമാർ, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ, DCC പ്രസിഡന്റ് KC അബു എന്നിവർ പങ്കെടുത്തു. This morning we had 3 assembly segments and almost about 90 participants made their viewpoints, made their suggestions. Each one was given a request to restrict themselves, but many of them had encroached upon the time of the others. As a result of which they are delayed, but I take your apology for this long delay and waiting.